പരവതാനി വിരിക്കാത്തതിൽ മന്ത്രിക്ക് പിണക്കം. ആലപ്പുഴ ബീച്ചിൽ നടന്ന കുടുംബശ്രീ സംസ്ഥാന വിപണന മേളയിലാണ് മന്ത്രി കെ.എം. ഷാജി തനിനിറം കാണിച്ചത്. കാറിൽ തുടർന്ന മന്ത്രിയെ സംഘാടകർ പിന്നീട് പരവതാനി ഒരുക്കി വേദിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഷാജഹാൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ഷാജഹാൻ, കെ.എം. ഷാജിക്ക് വെറും തറയിൽ കാലുതൊടാൻ ബുദ്ധിമുട്ടാണ്. പരവതാനി ഉണ്ടെങ്കിലേ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ കഴിയൂ, അല്ലേ? തീർച്ചയായിട്ടും ഷമ്മി, ഇന്ന് ആലപ്പുഴയിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കെ.എം. ഷാജി. അദ്ദേഹം 10 മണിയോടുകൂടി എത്തി. ഏതാണ്ട് 15-20 മിനിറ്റോളം അദ്ദേഹം വാഹനത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് റോഡിൽ നിന്നും വേദിയിലേക്ക് എത്താൻ അല്പം മണലിലൂടെ നടക്കേണ്ടി വന്നു. അദ്ദേഹം ഷൂസ് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണെന്നും മാറ്റ് വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ സംഘാടകർ മാറ്റ് കൊണ്ടുവന്ന് പരവതാനി വിരിച്ച് അദ്ദേഹത്തെ വേദിയിലേക്ക് ആനയിക്കുകയായിരുന്നു. ലീഗിന്റെ നേതാക്കളും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. മന്ത്രി ഏതാണ്ട് അരമണിക്കൂറോളം കാറിൽ പരവതാനി വിരിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിനുശേഷമാണ് അദ്ദേഹം ഈ കുടുംബശ്രീയുടെ സംസ്ഥാനതല പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വേദിയിലേക്ക് എത്തിയത്. തീർച്ചയായും ഷാജഹാൻ, ഇദ്ദേഹത്തിന് ആണിരോഗം അങ്ങനെ വല്ല രോഗവും ഉള്ളതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ കാല് നിലത്ത് കുത്താൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട്. അവർക്ക് ഇതുപോലെ ഇച്ചിരി കട്ടിയുള്ള പ്രതലത്തിൽ കാല് കുത്താൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽ പെടുന്നതാണോ കെ.എം. ഷാജി? എന്തായാലും അദ്ദേഹം മന്ത്രിയായതിനു ശേഷമായിരിക്കാം ഇങ്ങനെയുള്ള ചില ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും സംഘാടകർക്ക് അത് കുറച്ച് സമയത്തേക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമായി മാറി. കാര്യം, മന്ത്രി എത്തിയിട്ടും അദ്ദേഹത്തെ വേദിയിലേക്ക് ആനയിക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം ഇറങ്ങിയില്ല വാഹനത്തിൽ നിന്നും. പിന്നീട് സംഘാടകരൊക്കെ എത്തി അദ്ദേഹത്തെ വേദിയിലേക്ക് ആനയിച്ചുകൊണ്ടും പോവുകയായിരുന്നു. അതിനു മുൻപായിട്ട് തന്നെ മറ്റുള്ളവരെ കൊണ്ട് പെട്ടെന്ന് പരവതാനിയൊക്കെ വിരിച്ച് മന്ത്രിക്ക് പോകുന്നതിനുള്ള സംവിധാനമൊക്കെ ഒരുക്കി. അതിനുശേഷമാണ് മന്ത്രി മണലിൽ വിരിച്ച പരവതാനിയിലൂടെ വേദിയിലേക്ക് എത്തിച്ചേർന്നത്. ഷാജി, ഈ മണലാണെങ്കിൽ പിന്നെ കാലിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ നടന്നു പോകാൻ കഴിയുമല്ലോ. അവിടെ ഈ പറയുന്ന പോലെ പിന്നെ പരവതാനി ഉണ്ടായാലേ പറ്റൂ എന്നുള്ള നിർബന്ധം പിടിക്കേണ്ട സാഹചര്യമില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് മന്ത്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ രീതിയിൽ തന്നെ സ്വീകരിക്കണം എന്നൊരു നിർബന്ധമുണ്ടായതായിരിക്കാം. ഷമ്മി, അദ്ദേഹം മുണ്ടിന്റെ കൂടെ ഷൂസാണ് ധരിച്ചിരുന്നത്. ഒരു പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന് മണലിലൂടെ നടക്കാൻ കഴിയില്ല എന്നുള്ളതാവാം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും പിന്നീട് സംഘാടകർക്ക് അല്പം സമയം അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വന്നെങ്കിലും പെട്ടെന്ന് തന്നെ തൊട്ട സമീപത്ത് നിന്നും വലിയ പരവതാനിയൊക്കെ എത്തിച്ച് മന്ത്രി ആനയിച്ച് വേദിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഷമ്മി, തീർച്ചയായും മന്ത്രി കെ.എം. ഷാജിക്ക് പരവതാനി ഇല്ലാതെ നടക്കാൻ കഴിയില്ല. അങ്ങനെ സംഘാടകർ അവിടെ ഒരു പരവതാനിയൊക്കെ കൊണ്ടുവന്ന് മന്ത്രിയെ സ്വീകരിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ്. ആലപ്പുഴയിലാണ് സംഭവം. ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്.